ഞാൻ പറഞ്ഞു വന്നത്, ചെയ്യേണ്ട കാര്യങ്ങള് അവരവര് കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവര് അതിന്റെ പേരിൽ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്റെ വക്കീലിനെ വിളിച്ചു വരുത്തി ഞാനിതൊക്കെ ചെയ്തു വെച്ചത്. ഇതെന്താമേ? ഇതെന്റേതായിട്ടുള്ള എല്ലാ സ്വത്തുക്കളുടെയും ഒരു കൈമാറ്റ രേഖയാണ്, എന്റെ വിൽപത്രം. എന്തിനമ്മ ഇതൊക്കെ ഇപ്പോഴേ? പ്രതാപ, ഇതിനുള്ള മറുപടി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് അപ്പുറത്തേക്ക് നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. പറ്റൂ? മണ്ണിനും പെണ്ണിനും വേണ്ടി മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തുന്ന കാലമായത്. നമുക്ക് ചുറ്റും ഇവിടെയും എവിടെയും അവസരം കാത്തിരിക്കുക ശത്രുക്കള്. അതുകൊണ്ടാ ഞാൻ തറവാട്ടിൽ നിന്ന് തിരിച്ചു പോന്നപ്പോ ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടി തയ്യാറാക്കിയത്. പ്രതാപൻ ഇതൊന്ന് വായിച്ചു നോക്ക്. വേണ്ട, അമ്മ പറഞ്ഞാ മതി. സൂര്യമംഗലം തറവാട്ട് കോവിലക ഉൾപ്പെടെ എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ഋതുമോളുടെ പേരിൽ എഴുതി വെച്ചു. അത് ഇത്രയും പെട്ടെന്ന് വേണമായിരുന്നെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഒരു സംശയവും വേണ്ട. അതൊരു നിമിഷം മുമ്പേ തയ്യാറാക്കണമെന്ന് കഴിഞ്ഞ ദിവസം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു. ഈ വിൽപത്രത്തിൽ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അത് അതുപോലെ തന്നെ പ്രതാപം ഫോളോ ചെയ്യണം. ശരിയമ്മേ. കോടികളുടെ മുതലായതുകൊണ്ട് ഋതുമോളുടെയും രാജുവിന്റെ അല്ലാതെ മറ്റാരുടെയും കണ്ണുകൾ ഇതിന്റെ മേലെ പതിയാൻ പാടില്ല. ഞാൻ പറയാതെ പറയുന്ന ചില പൊരുളുകൾ പ്രതാപന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായമ്മേ. എനിക്ക് ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്താ പ്രതാപ? അമ്മേ, ഋതുമോള് വളരെ ചെറുപ്പമല്ലേ. അവൾക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള മെച്ചൂരിറ്റി ആയിട്ടില്ല. അതിന് അവളുടെ ഭർത്താവ് രാജു കൂടെയുണ്ട്. അവൻ നല്ല കാര്യപ്രാപ്തിയുള്ളവനാ. അത് ശരിയാ. പിന്നെ പ്രതാപിന്റെ എന്റെയൊക്കെ ഒരു മേൽനോട്ടുണ്ടാവുമല്ലോ. ഞാനില്ലെങ്കിലും പ്രതാപിന്റെ ഒരു ഗൈഡിങ് അവനെന്നും ഉണ്ടായാൽ മതി. രാജുവിനെ ഋതുമോളെയും കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷകളാ ഉള്ളത്. ശ്രീ പരമേശ്വരനെയും ശ്രീ പാർവതിയെയും പോലെ അവരൊരുമിച്ചുണ്ടാവുമ്പോ സമസ്തവും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അവരെക്കുറിച്ച് ഒരാകുലതയും വേണ്ട. ഈ കാര്യം പറയാനാ ഞാൻ പ്രതാപനെ വിളിച്ചത്. ശരിയമ്മേ.